സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇന്നൊരു വീഡിയോ ഇടാൻ കാരണം നമ്മുടെ മറുനാടൻ ഷാജൻ സ്കറിയയെ പറ്റിയാണ്. കാരണം എനിക്ക് ബലമായ സംശയമുണ്ട്, യഹൂദൻ്റെ ചാരനാണ് ഷാജൻ സ്കറിയ, ഇസ്രയേലിൻ്റെ ചാരനാണോ എന്ന് സംശയമുണ്ട്. കേരള ഗവൺമെൻറ് ആയിരുന്നാലും ശരി, ഇന്ത്യ ഗവൺമെൻറ് ആയാലും ശരി, അവൻ്റെ പേരിൽ അന്വേഷണം നടത്തണം. ഇപ്പോൾ ഇസ്രയേലിലായിരുന്നു കുറച്ച് ദിവസം. അപ്പോൾ എന്ത് ചെറ്റത്തരവും കാണിക്കും. പൈസയ്ക്ക് വേണ്ടി യവന്മാർ ഈ ഷാജൻ സ്കറിയ പോലുള്ള ആൾക്കാർ സ്പൈ വർക്ക് ചെയ്യും, ചാരപ്രവർത്തനം നടത്തും. ഇസ്രയേലിന് വേണ്ടിയും അമേരിക്കയ്ക്ക് വേണ്ടിയും ചെയ്യും. വളരെയധികം ശ്രദ്ധിക്കണം. കാരണം മൊസാദിൻ്റെ ആൾക്കാർ എപ്പോഴും ഇന്ത്യയിലുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്. അവിടെ നിർബന്ധിതമായ സൈന്യ സേവനമാണ്. പ്രായം ഒരു 18 വയസ്സ് കഴിഞ്ഞവർ നിർബന്ധമായിട്ട് 5 വർഷമെങ്കിലും മിലിറ്ററി സർവീസ് ചെയ്തിരിക്കണം. അത് നിർബന്ധമാണ്. അപ്പോൾ ഈ സർവീസ് ചെയ്തിട്ടാണ് അവർ ഇന്ത്യയിലേക്ക് വരുന്നത്. ഇന്ത്യയിൽ വരുന്നത് തന്നെ അവർ ഏതാണ്? മലമ്പ്രദേശങ്ങൾ, അതായത് സുഖിക്കാനുള്ള ഊട്ടി, കൊടൈക്കനാൽ, ജമ്മു കാശ്മീരിൻ്റെ ഭാഗങ്ങൾ, അങ്ങനെയുള്ള സിംല, ഡാർജിലിംഗ്, ആ ഭാഗങ്ങളിലാണ് കൂടുതലായിട്ട് അവർ പോകുന്നത്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഇന്ത്യ ഗവൺമെൻറ്റിന് ആദ്യം മനസ്സിലാക്കണം. കാരണം സംഘപരിവാർ ശക്തികളായിരുന്നാലും ശരി, വേറെ ഏത് ഭരണ സംവിധാനങ്ങളാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നതായിരുന്നാലും ശരി, ഇവരുടെ പേരിൽ കൃത്യമായ ഒരു അന്വേഷണം വേണം. കാരണം ഇവർക്ക് വേണ്ടി ചാരപ്രവർത്തനം ചെയ്യുന്ന കുറേ ആൾക്കാർ സത്യക്രിസ്ത്യാനികളല്ല, കുറേ അച്ചായന്മാരുണ്ട്. അപ്പോൾ ഇവർ സ്പൈ വർക്ക് ചെയ്യും, എന്ത് ചെറ്റത്തരവും ഇവർ കാണിക്കും. അപ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി സൂക്ഷിക്കണം. നമ്മൾ ശ്രദ്ധയോടുകൂടി ഇവരെയൊക്കെ സൂക്ഷിച്ചാലേ കഴിയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, അമേരിക്കയുമായിട്ട് നമ്മൾ തെറ്റില്ല. ട്രംപ് നേരത്തെ മോഡിയുടെ ഫ്രണ്ടായിരുന്നു, ഇപ്പോൾ മോഡിയുടെ ദുഷ്മനാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് എന്ന് പറയുന്നത് ചൈനയും റഷ്യയുമാണ്. അപ്പോൾ ഇത് പണ്ട് കാലത്തെ പിന്നെ റഷ്യയുമായിട്ട് നമുക്കൊരു എഗ്രിമെൻറ്റും കരാറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കളഞ്ഞു കുളിച്ചാണ് നമ്മുടെ മോഡി പിന്നെ ട്രംപുമായിട്ട് കമ്പനിയായത്. എന്തായാലും ശരി, അവൻ്റെ എല്ലാം മനസ്സിരിപ്പ് എന്താണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. അപ്പോൾ എന്ത് ചെറ്റത്തരവും കാണിക്കുക, ഇന്ത്യയിൽ എന്ത് കുഴപ്പമുണ്ടാക്കാനും. ഇപ്പം നമ്മൾ കണ്ടതാണ്, ബംഗ്ലാദേശിൽ അമേരിക്കയാണ് കുഴപ്പമുണ്ടാക്കിയത്. അമേരിക്ക കുഴപ്പമുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അതിൽ സ്പൈ വർക്ക് ചെയ്യുന്ന കംപ്ലീറ്റ് മൊസാദാണ്. അതായത് ഈ യഹൂദന്മാരാണ് ചെയ്യുന്നത്. യഹൂദന്മാരെ കൊണ്ട് ചുടിചോറ് വാരിക്കൽ, കുരങ്ങനെ കൊണ്ട് ചുടിചോറ് വാരിക്കണം നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പോൾ നമ്മൾ കണ്ടതാണ്, ബംഗ്ലാദേശിൽ ഭരണം അട്ടിമറിച്ചത് ഈ മൊസാദും അമേരിക്കക്കാരുമാണ്. അതുപോലെയാണ് ഇപ്പോൾ നേപ്പാളിൽ ഭരണം അട്ടിമറിക്കുകയാണ്